പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുക്കളത്തോട്ടം കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ടെറസ കൃഷി ചെയ്യുന്നുണ്ട്. മട്ടുപ്പാവ് കൃഷി ചെയ്യും. ഗ്രോ ബാഗിലൊക്കെ ഡ്രമ്മിലും ഒക്കെ നമ്മൾ ടെറസ കൃഷി ചെയ്യുന്നുണ്ട്. സ്ഥലം വളരെ കുറവുള്ള ആൾക്കാരാണ് ടെറസ കൃഷി ചെയ്യുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ആവശ്യാനുസരണം നനയ്ക്കാനും അതുപോലെ തന്നെ കൃഷികൾ പരിചരിക്കാനും ഒക്കെ നമുക്ക് സമയമെടുക്കും. എളുപ്പം വീട്ടിൽ നിന്നോട്ട് കയറാമല്ലോ. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു ദൂഷ്യഫലമെന്ന് വെച്ചാൽ വലിയൊരു പ്രശ്നമാണ്. ടെറസ കൃഷിക്ക് കൂടുതൽ ജലമായാൽ, അതായത് കൂടുതൽ നനവായാൽ നമ്മുടെ വീടിൻ്റെ സുരക്ഷയെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മട്ടുപ്പാവ് കൃഷിയിൽ നന കൊടുക്കേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മുടെ വീടിനൊരു കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ചെടികൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കാം. കൃത്യസമയത്ത് ജലസേചനം വേണം. അത് കൂടുതൽ അളവിലല്ല. കൂടുതലായിട്ട് ജലം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളൊക്കെ കേടുപാട് വന്നിട്ട് ചെടി നശിച്ചു പോകും. അപ്പോൾ കൃത്യമായ വെള്ളം കൃത്യസമയത്ത് ലഭിക്കുക എന്ന മാർഗ്ഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. സ്ഥലപരിമിതി ഉള്ളവരാണ് മട്ടുപ്പാവ് കൃഷിയെ ആശ്രയിക്കുന്നത്. നമ്മൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്തു കഴിഞ്ഞാൽ വീടിനൊരു കേടും കൂടാതെ തന്നെ നമുക്ക് മട്ടുപ്പാവ് കൃഷി ചെയ്തുകൊണ്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഗ്രോ ബാഗിലോ അല്ലെ ചട്ടിയിലോ മണ്ണ് നിറച്ച് നമ്മൾ കൃഷിക്ക് തയ്യാറെടുക്കുമ്പോൾ ഇഷ്ടിക അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിടവുണ്ടാക്കി, അതായത് 2 ഇഷ്ടിക ഭാഗത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒലിച്ചു പോകാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓട് കഷ്ണം നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഈ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒഴിക്കുന്ന വെള്ളം നമ്മൾ പരിമിതമായിരിക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ച് കെട്ടിക്കിടക്കുന്ന രീതിയിൽ ആകരുത്. പിന്നെ മഴ സമയത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ സമയത്താണ് നമ്മൾ ഇഷ്ടിക ഉപയോഗിച്ച് ഗ്രോ ബാഗ് റെഡിയാക്കണം. ഇഷ്ടിക ഉപയോഗിച്ച് ഗ്രോ ബാഗ് അതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമുണ്ടാകും. അത് മഴക്കാലത്ത് മാത്രം അങ്ങനെ അവലംബിക്കാം. ടെറസിലെ കൃഷിക്ക് നമുക്ക് ടെറസിൽ കൈവരിയോട് ചേർത്തോ, അതായത് ഭിത്തിക്കെട്ട് വരുന്നതിന് തൊട്ട് മുകളിലായിട്ടോ നമ്മുടെ ഈ ഗ്രോ ബാഗുകൾ നമുക്ക് അടുക്കി വെക്കാവുന്നതാണ്. ആ രീതിയിൽ നമുക്കവിടെ കൃഷി ചെയ്യാം. അതുപോലെ തന്നെ ഇന്നിപ്പം മാർക്കറ്റിൽ ഈ ചെടി വെക്കുന്ന റാക്കുകൾ ലഭ്യമാണ്. ഗ്രില്ല് ചെയ്ത റാക്കുകൾ നമുക്ക് ലഭ്യമാണ്. ആ റാക്കിൽ നമുക്ക് ഗ്രോ ബാഗൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആദ്യമുള്ള വെള്ളം പൊയ്ക്കുള്ളൂ, കെട്ടിക്കിടക്കത്തില്ല. ഇതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രോ ബാഗിൽ ആവശ്യമുള്ള വെള്ളം മാത്രം മതി നമുക്ക് ലഭ്യമാകാൻ. കൂടുതൽ വെള്ളം നമുക്ക് വേണ്ട. നമ്മൾ മിശ്രം നിറയ്ക്കുമ്പം തന്നെ അതിനകത്തൊരു നനവും ഉണ്ടാകും. പിന്നെ നമുക്ക് ആ ചെടി വളരാനുള്ള വെള്ളം ഇന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നനയ്ക്ക് നമ്മൾ 3 മാർഗ്ഗം അവലംബിക്കാം. അത് നമുക്ക് താല്പര്യം അനുസരിച്ച് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. നമ്മൾ പ്രധാനമായും 3 മാർഗ്ഗങ്ങളാണ് മട്ടുപ്പാവ് കൃഷിക്ക് നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. തിരുനനയുണ്ട്, തുള്ളി നനയുണ്ട്, പൂപ്പാളി ഉപയോഗിച്ച് നനയ്ക്കുന്നുണ്ട്. പൂപ്പാളി ഉപയോഗിച്ച് നമ്മൾ നനയ്ക്കുമ്പോഴത്തേക്കിന് ചെടികൾക്ക് ആവശ്യമുള്ള വെള്ളം ലഭ്യമാകും. അതുപോലെ തന്നെ ഹോസിൽ ചെറിയ സ്പ്രേ കണക്ടറുകളുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് നനയ്ക്കാം. അതൊക്കെ സാധാരണ രീതിയിലുള്ള നനകളാണ്. തുള്ളിനനയും തിരുനനയും എന്ന് പറയുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. തുള്ളിനനയുടെ രീതി എന്ന് പറയുമ്പം കുറച്ച് നന കൊണ്ട് കൂടുതൽ വിളവ്. ജലസേചനത്തിൻ്റെ 90% വെള്ളം മാത്രം മതി ഇതിന്. തന്നെയുമല്ല, നമുക്ക് വളം ഈ വെള്ളത്തിൽ കൂടെ തന്നെ നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കുകയും ചെയ്യാം. അതാണ് തുള്ളിനനയുടെ പ്രത്യേകത. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഡ്രിപ്പ് യൂണിറ്റ് കിറ്റുകൾ കിട്ടും. അപ്പോൾ നമ്മൾ വലിയ തുറസായ പറമ്പിലും ഇതുപോലെ തന്നെ മട്ടുപ്പാവ് കൃഷിയിലുമൊക്കെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. തുള്ളിനന കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ വിളവ് കിട്ടും. ടെറസിൽ കൃഷി ചെയ്യുമ്പോഴേ ഒരിക്കലും നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്ന രീതി അവലംബിക്കരുത്. ഇപ്പോൾ നമ്മൾ നനയ്ക്കുന്ന ഏത് മാർഗ്ഗമാണ് എന്ന് തിരഞ്ഞെടുക്കുക. ഒന്നാമതായിട്ട് അതാണ് ചെയ്യേണ്ടത്. വേണ്ടുന്ന വെള്ളം കൃത്യസമയത്ത് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ രീതിയിലുള്ള നനയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.